വിശദമായ വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് CPM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രതിനിധികൾ. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് ചർച്ചയിൽ പ്രതിനിധികൾ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വിമർശനമുണ്ടെന്ന് സീതാറാം യെച്ചൂരിയും പറഞ്ഞു. ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടിയെന്ന് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സൈഫുദ്ദീൻ ചേരുന്നു. സൈഫു, മുഖ്യമന്ത്രിക്കെതിരെയാണ് വിമർശനം ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അത് കൂടിക്കൂടി വരുന്നു. CPI-ക്കുള്ളിലുള്ളത് CPM-നുള്ളിലേക്കും വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് കമ്മിറ്റിയിൽ ചർച്ചയായത്? എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ? CPI-യുടെ വിമർശനങ്ങൾ അത് സാധാരണഗതിയിൽ നേരത്തെ എല്ലാം ഉണ്ടാവുന്നതാണ്. പക്ഷെ CPM-നുള്ളിൽ നിന്ന് ഈ വിമർശനങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണ്ടത്. സംസ്ഥാന കമ്മിറ്റിയിലാണ് ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് അംഗങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അത് സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മന്ത്രിമാർക്കുമെതിരായ വിമർശനങ്ങളായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി ഇരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ടും ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി അത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്നു എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ ചില നേതാക്കൾ നടത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയും യോഗത്തിൽ പറയുന്നുണ്ടായിരുന്നു. രാവിലെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയത് തോൽവിയുടെ ആക്കം കൂട്ടി എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരാണ് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ മുടക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പാർട്ടി അക്കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നാണ് MV ഗോവിന്ദൻ വെച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ചില നേതാക്കന്മാരുടെ നാക്കുപിഴ വലിയ ചർച്ചയായി മാറി. അത് ഏത് നേതാക്കന്മാരുടെ ഏത് നാക്കുപിഴ എന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ പല നേതാക്കന്മാർക്ക് നാക്കുപിഴ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ, BJP-യുടെ ചില സ്ഥാനാർത്ഥികൾ നല്ല നേതാക്കന്മാരായിരുന്നു എന്ന തരത്തിൽ ചില നേതാക്കന്മാർ പ്രതികരണം നടത്തിയിരുന്നു. അതാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത വരുത്താതെ നാക്കുപിഴ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ധോനി സംസ്ഥാന സെക്രട്ടറി അവതരിച്ച റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. 2 ദിവസം കൂടി സംസ്ഥാന കമ്മിറ്റിയുണ്ട്. അതിനുശേഷമായിരിക്കും തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുക.